അപ്പോൾ ഓരോ ജീവജാലങ്ങൾക്കും അവരവരുടെ ധർമ്മം പാലിച്ചുകൊണ്ട് പ്രകൃതി നിയമാനുസരണമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട് ഇവിടെ. അപ്പോൾ അത് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് അപ്പോഴേ അവർക്ക് നീതി കിട്ടുന്നുള്ളൂ. അപ്പം അതിനൊരു ഉദാഹരണം സാറ് പറയാനുള്ളത്, സാറിൻ്റെ 82 തെങ്ങ് നശിച്ചു പോയതാണ്. തെങ്ങ് ഈ കൊമ്പൻ ചെല്ലി വന്ന് കുത്തുന്നു, അല്ലെങ്കിൽ നമ്മുടെ വാഴ വണ്ട് വന്ന് കുത്തി മറിച്ചിടുന്നു കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെന്താ ചെയ്യുക? അതിനെ മരുന്നടിച്ച് കൊല്ലാനാണ് നോക്കുക. പക്ഷേ അത് ചെയ്യുന്നത് അതെന്തോ ആ വാഴ നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ല എന്നാണ് അത് പറയണത്. അപ്പോൾ അതിനെ അനുവദിച്ചു കൊടുക്കും. അപ്പോൾ സാറ് നോക്കിയിരുന്നു 82 തെങ്ങ് നശിക്കുന്നത് സാറ് നോക്കിയിരുന്നു. കാരണം സാറിനറിയാം സാറിൻ്റെ തെറ്റാണ്, സാറിൻ്റെ അറിവ് കുറവാണെന്ന് സാറിനറിയാം. അപ്പോൾ സാറ് നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് വേറൊരു 22 എണ്ണം കൂടി വെച്ചു. അതിൽ ആകെ ഒരെണ്ണേ ബാക്കിയുള്ളൂ. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന കുറേ അറിവുകളുണ്ടല്ലോ. അപ്പോൾ സാറ് പറഞ്ഞത് അത് അനുവദിച്ചു കൊടുത്തു. അത് അവരുടെ ധർമ്മം അതാണ്. അത് കുത്തി മറിച്ച് നാശാക്കുക എന്നുള്ളത് അവരുടെ ധർമ്മമാണ്. അതിനെ അനുവദിച്ചു കൊടുത്തു സാർ. നമ്മൾക്ക് കണ്ട് മനസ്സിലാക്കാൻ കുറേ കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ അതാണ് നീതി ഉറപ്പാക്കുക എന്ന് പറയുന്നത്. മണ്ടരി വന്നത് ക്രിയേറ്റ് ചെയ്തത് അതിനെ കുറിച്ച് നമ്മൾ പറയും. അതായത് ഒരു യുദ്ധം നടക്കുന്നുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലിപ്പോൾ ആടില്ലേ, ആടിന് ഒരുവിധം എല്ലാ സസ്യങ്ങളെ കുറിച്ച് നല്ല അറിവുണ്ട്. തിന്നാൻ പാടുള്ളത് ഏത്, തിന്നാൻ പാടില്ലാത്തത് ഏതുള്ളൂ. പക്ഷെ ആട് കഴിച്ച് മരിക്കുന്നുണ്ട്. ഒരു തരം സസ്യം കഴിച്ചിട്ട് മരിക്കുന്നുണ്ട്. ഒരു തൊട്ടാവാടി, തൊട്ടാവാടിയോ, അത് ആടിന് മനസ്സിലാവാത്ത സസ്യമാണ്. ആടിന് പോലും അറിയില്ല അത് വിഷമാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഇതുപോലെ വന്നിട്ടുള്ളതാന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നുണ്ട്, നമ്മൾ അറിയാതെ കണ്ട്. ഇപ്പം നമുക്ക് വിത്ത് ഹൈബ്രിഡ് വിത്ത് എന്നുകൊണ്ട് സപ്ലൈ ചെയ്യണ്ടല്ലോ, ജനറ്റിക് മോഡിഫൈഡ് GM വിത്തുകൾ. നമ്മളത് അവരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുള്ളൂ. ആ വിത്ത് പിന്നെ മുളയ്ക്കില്ല. അത് നമ്മൾ തക്കാളിയോ എന്തെങ്കിലും ഉണ്ടാക്കി അതിൻ്റെ വിത്ത് പിന്നെ മുളയ്ക്കില്ല. വീണ്ടും നമ്മൾ അവരെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു വാറ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നുണ്ട്, ഒരു യുദ്ധം. പല സാധനങ്ങളുണ്ട്. അത് ശരിക്കും ആഫ്രിക്കൻ ഇങ്ങനെയാണ് അറിയപ്പെടാതെ വന്ന് കീഴടക്കിയതാണ് കൊച്ച്. പക്ഷെ എനിക്ക് നല്ല വളർന്നാണ് പിന്നീട് ഇതിപ്പോ പറയണത് മാറ്റാൻ പറ്റുന്നുള്ളത്. ആഫ്രിക്കൻ പായലെ അതിനെ നമ്മൾ ജൈവമായിട്ടുള്ള എന്തിനേയും നമുക്ക് കൺവേർട്ട് ചെയ്യാം പറ്റും. നല്ല രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അത് മാറ്റാവുന്നുള്ളൂ. ആ അറിവ് നമുക്കേ ഉള്ളൂ, വേറെ എവിടെ ഇല്ല. അത് അല്ല അതിനെ നമുക്ക് നന്നാക്കി മാറ്റാലോ, മണ്ണിന്റെ ഭാഗമാക്കി മാറ്റാം. മണ്ണ് സംരക്ഷിച്ച് ഒരു സസ്യം, ആ സസ്യത്തിന് വേണ്ട മണ്ണ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് ആ മണ്ണ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സസ്യത്തിന് വേറെ ഒരു അസുഖവും വരില്ല. നമ്മളുടെ ശരീരം പോലെ തന്നെയാണ്. അപ്പോൾ ആ മണ്ണ് കറക്റ്റ് ആണെങ്കിൽ ആ സസ്യത്തിൻ്റെ മുകളിൽ പുഴുക്കുത്തും വരില്ല, തണ്ടുതെറുപ്പിനും വരില്ല, ഒരു കേടും വരില്ല. അതിന് വൃത്തിയായിട്ട് നിൽക്കും. അതായത് ദയാൽ സാറിൻ്റെ ഒരു സ്റ്റുഡൻസ് ഗീത എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ഉണ്ട്. അതിൻ്റെ ഭർത്താവിൻ്റെ പേര് സേതു, ഗീതയും സേതു. അവർ അന്ന് പറഞ്ഞോ സാറ് ഇല്ലല്ലേ? അവർ ജർമ്മനിയിലൊക്കെ വർക്ക് ചെയ്ത് തരുന്ന ആൾക്കാരാണ്. ഒരു കമ്പനിയുടെ ലാഭവിഹിതം പറ്റിയിരുന്ന എൻജിനീയേഴ്സ്. അവർ നല്ല ഹൈ ലെവലിൽ ജീവിച്ചിരുന്ന അവർ ഒക്കെ ഉപേക്ഷിച്ചിട്ട് കൃഷിയിൽ നിന്ന് കണ്ടു പോന്നു. കുറേ പഠിച്ചു അവരവിടെ ഇരുന്നിട്ട് നമ്മുടെ നാട്ടിലത്തെ കൃഷിനെ കുറിച്ചൊക്കെ കുറേ പഠിച്ചിട്ട് ജോലി ഉപേക്ഷിച്ച് പോന്നു. ഇവിടെ വന്നിട്ട് ഒന്നും ശരിയാവണില്ല. തക്കാളി മുരടിച്ച് പോണു, സാധനങ്ങളൊന്നും ശരിയാവണില്ല. അങ്ങനെ ദയാൽ സാറിനെ വിളിച്ചു. ദയാൽ സാർ പറഞ്ഞു, നിങ്ങൾ അതിന് വേണ്ട മണ്ണ് പ്രിപ്പയർ ചെയ്യും, മണ്ണ് കണ്ടെത്തും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, അത് ഞാൻ പറഞ്ഞു തരില്ല, നിങ്ങൾ മാറ്റി ചെയ്ത്
അവർ പക്ഷേ ക്വാളിഫൈഡ് ആയതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം ചെയ്യുന്ന മണ്ണിൻ്റെയും ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചു, എഴുതി വെച്ചു, എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, അതിൽ എത്ര ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഒരു ദിവസം സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ തക്കാളിമ 40 തക്കാളി ഉണ്ടെന്ന് കൊണ്ട് വിളിച്ചു. അപ്പോൾ സാറ് ചെന്ന് നോക്കിയപ്പോൾ 40 തക്കാളി ഉണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു നിങ്ങളെന്ത് വലിയ എഞ്ചിനീയേഴ്സാന്ന് പറഞ്ഞിട്ട് 40 തക്കാളി 400 തക്കാളി ഉണ്ടാക്കണത് എന്നൊക്കെ ഒന്നുകൂടി പ്രോത്സാഹിപ്പിച്ചതാണ് ശരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഓരോന്നും ഇപ്പോൾ കോളിഫ്ലവർ കാബേജ് അതിൻ്റെ മണ്ണ് കണ്ടുപിടിച്ചു. ആ മണ്ണിട്ട് കഴിഞ്ഞാൽ 4 കിലോ 5 കിലോ വലിപ്പമുള്ള കാബേജും കോളിഫ്ലവർ ഉണ്ടാവും. അത് പ്രത്യേകത അതല്ല, സാധനത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ അതല്ല, അതിൻ്റെ മുകളിലൊരു ചെറിയൊരു കുത്തു പോലും ഇല പോലും ഒരു പ്രാണി വന്നിട്ട് കുത്തിയിട്ടില്ല എന്നുള്ളത്. അപ്പം മണ്ണ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മണ്ണാണ് ആരോഗ്യം. നമ്മളിപ്പോൾ ഹൈബ്രിഡ് വിത്തുകൾ ഉണ്ടാക്കല്ലേ, ശരിക്കും ഹൈബ്രിഡ് ആക്കേണ്ടത് മണ്ണാണ്. മണ്ണ് ഹൈബ്രിഡ് ആക്കി കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് അങ്ങനെ ചെയ്തിരുന്നത്. ഇപ്പോൾ കൃഷി സ്ഥലത്ത് തന്നെ വിത്തിനുള്ള കൃഷി ചെയ്യില്ലേ, വിത്തിനുള്ള സാധനമായിട്ട് സെപ്പറേറ്റ് സ്ഥലത്ത് കൃഷി ചെയ്യും, കൂടുതൽ വളം ഇട്ടിട്ട് സെപ്പറേറ്റ് കൃഷി ചെയ്യും. അപ്പൊ അതിലുണ്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല, ഇപ്പൊ നെല്ലാണെങ്കിൽ ഏറ്റവും നല്ല ഹൈറ്റിൽ വന്ന് നല്ലോണം കൊലയായിട്ട് നിൽക്കുന്ന നെല്ല് അതിനെ കളക്ട് ചെയ്ത് വേറെ മാറ്റി വയ്ക്കും. പിന്നെ അതിനെ തന്നെ വീണ്ടും ഇവോൾവ് ചെയ്ത് കൊണ്ടുവരില്ല. അപ്പൊ അങ്ങനെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയായിരുന്നു, മുമ്പ് അങ്ങനെ ചെയ്തിരുന്നു. പക്ഷേ ഈ സയൻസ് വന്നപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഹൈബ്രിഡ് വിത്ത്, GM വിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേത് കംപ്ലീറ്റ് പോയി നമ്മുടെ കയ്യിൽ. നമ്മളത് നല്ല രസമായിട്ട് ചെറിയൊരു 8 മണി ഉണ്ടായിരുന്ന കതിരിനെ നമ്മൾ 200 മണിയാക്കി കൊണ്ടുവന്നതായിരുന്നു നെല്ലിൻ്റെ വിത്ത്. അത് പോയി. ഇപ്പൊ നാടൻ സാധനങ്ങളൊന്നുമില്ല അത്. അത് പറഞ്ഞു ബുക്ക് ഉണ്ടെങ്കിൽ പിന്നീട് തപ്പിയിട്ട് അയച്ചുതരാം. ഒരു നെല്ലിൽ നിന്ന് 1000 വിത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടി അയാൾ കൊടുത്തു. അയാളാണ് ഔട്ട് ആക്കിയത്. MS സ്വാമിനാഥൻ വന്നപ്പോൾ എന്താ ചെയ്തിട്ടാൽ അതൊരു കോൺസ്പിറസിയാണ്, ഇദ്ദേഹത്തിനെ പുറത്താക്കി. പരിധി വിപ്ലവം പറഞ്ഞൊന്നുമില്ല. അത് MS റിച്ചാർഡ് ആ പണ്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഒരു കതിരുണ്ട് അദ്ദേഹം എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞില്ല, വളരെ ലളിതം. അത് നമുക്ക് ചെയ്യാം. ഞാൻ നോക്കട്ടെ, തപ്പി അപ്പൊ നീതി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഓരോ ജീവിയെയും അവരവരുടെ ധർമ്മം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കുക, നീതി പുലർത്തുക. ഇവിടെ നീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരാള് വീട് തല്ലിപ്പൊളിച്ച് കയറി 100 പവൻ എടുത്തുകൊണ്ട് പോയി, നമ്മളെന്താ ചെയ്യുക? പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യും. അപ്പോൾ അവർ പോയിട്ട് ഒരു 60 പവൻ പോലീസുകാർക്ക് കൊടുത്തു, ബാക്കി 40 പവൻ എടുത്താലോ നമ്മുടെ കംപ്ലൈൻറ്റ് അവിടെ ഉണ്ടാവും, ചവിറ്റുകൊട്ടയിലുണ്ടാവും. അവർ കൊണ്ടുപോയ 100 പവനിൽ നിന്ന് 60 പവൻ അവർ പോലീസുകാർക്ക് കൊടുത്തു. പിന്നെ നമ്മളുടെ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തത് എവിടെ ഉണ്ടാവും? അപ്പൊ നീതി കിട്ടാൻ ഭയങ്കര പാടാണ് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ നീതി ഒന്നുമില്ല ലോകത്ത്. അപ്പോൾ സത്യവും ധർമ്മവും നീതിയും പാലിച്ചുകൊണ്ടുള്ള കൃഷിയാണ് അഗ്രികൾച്ചർ. മറ്റേത് എന്താണ്? അഗ്രോ ബിസിനസ്. നമുക്ക് വേണ്ടത് അഗ്രികൾച്ചർ. മനുഷ്യര് എന്താന്ന് വെച്ചാലേ, ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ നടക്കണ വഴി ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊരു 2 ദിവസം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പുല്ല് മുളയ്ക്കില്ല, നടക്കണ ഒരു വഴി വരില്ലേ, നമ്മുടെ കാല് തൊട്ട സ്ഥലത്തൊരു പുല്ല് മുളയ്ക്കില്ല പിന്നെ. അപ്പോൾ മനുഷ്യരെവിടെയും താമസിച്ച് കഴിഞ്ഞാൽ അവിടെ മരുഭൂമിയാകും. ആ സ്ഥലം നശിപ്പിച്ച് കഴിഞ്ഞാൽ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. പണ്ടങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് അവിടെ മരുഭൂമിയാക്കും, എന്നിട്ട് അവിടെ കൊള്ളാണ്ടായി കഴിയുമ്പോൾ അവിടെ നിന്ന് മാറും. അപ്പോൾ നമ്മളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. നമ്മളായിട്ട് നശിപ്പിച്ച സ്ഥലങ്ങൾ മുഴുവൻ തിരിച്ചു പിടിക്കും. പിന്നെ ബുദ്ധിയുടെ വികാസം പഠിച്ചു, മണ്ണിൽ എഴുതി പഠിക്കും, പിന്നെ അരിയിൽ എഴുതും അല്ലേ ബുദ്ധി വികസിക്കാനായിട്ട്. പിന്നെ ഉള്ളത് പഞ്ചമഹായജ്ഞം. പഞ്ചമഹായജ്ഞമാണ് ഇനി എടുക്കാനുള്ളതെന്ന് തോന്നുന്നു അല്ലേ?
കൃഷി എന്ന് പറഞ്ഞാൽ വെറുതെ വിളവുണ്ടാക്കി നമ്മൾ ഒരു വരുമാന സ്രോതസ്സായിട്ട് കാണാതെ, അത് മാത്രമല്ല കൃഷി എന്ന് പറഞ്ഞാൽ. കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ബുദ്ധി വികാസ പ്രക്രിയ നടക്കുന്നുണ്ടെങ്കിൽ അത് ഏതൊരു ഉദ്യോഗസ്ഥരും, പ്രധാനമന്ത്രി ആയാലും കളക്ടർ ആയാലും ആരും ചെയ്തിരിക്കണം. കുറച്ച് നേരം എത്ര മെഷീനറി ഉപയോഗിച്ച് ചെയ്താലും കുറച്ച് നേരമെങ്കിലും നമ്മളെല്ലാവരും മണ്ണിലിറങ്ങി പണിയെടുക്കണം. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതുകൊണ്ടല്ല, ഒരു ക്ലാസ്സിലത്തെ എല്ലാവരും വരിയായിട്ട് ഇറങ്ങിപ്പോയിട്ട് വെറുതെ പോയിട്ട് മണ്ണിലിരുന്നിട്ട് ഇങ്ങനെ ആക്കുക, ഒരു വരിയായിട്ട് ഇരുന്നിട്ട് കുറച്ച് നേരം നോക്കിയിരുന്നു ഞാൻ. അപ്പോൾ എല്ലാവരും മണ്ണിൽ തൊടുക എന്നുള്ളതാണ്. ചെരുപ്പിടാണ്ട് പോയി കൈ കൊണ്ട് മണ്ണിൽ ഇങ്ങനെ വെറുതെ, അവിടെ കുറേ സസ്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ കടയൊക്കെ ഇങ്ങനെ മണ്ണിളക്കി ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് എന്നിട്ട് തിരിച്ച് ക്ലാസ്സിലേക്ക് പോകുന്നു. അപ്പോൾ വെറുതെ വിളവുണ്ടാക്കിയിട്ട് ഒരു വരുമാന മാർഗ്ഗം ആക്കാനുള്ളത് മാത്രമല്ല, നമ്മുടെ വിനയൻ വന്നിട്ടില്ല അല്ലേ, അദ്ദേഹം നമ്മുടെ ഒരു അഭിമാനമല്ലേ. നമ്മുടെ ക്ലാസ്സിലത്തെ ഈ തൃശ്ശൂർ ജില്ലയിലത്തെ അവാർഡ് കിട്ടിയ കർഷകനാണ്. 9-ാം തീയതി ആൾക്ക് അവാർഡ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മളവിടെ ഉണ്ടാവണത് നല്ലത് തന്നെയാണ്. നമ്മുടെ ഒരാളല്ലേ, വന്നിട്ടില്ല. നോക്കാം. അപ്പം നമ്മൾ കൃഷി നമ്മുടെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കാരണം നമ്മൾ ഓരോ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായതും ബുദ്ധി വികസിച്ചതും എല്ലാം, പാത്രങ്ങൾ കണ്ടുപിടിച്ചത്, വീടുണ്ടാക്കിയത്, ഇതിൻ്റെ ഒക്കെ ബേസ് നമ്മളും മണ്ണുമായിട്ടുള്ള കണക്ഷനാണ്. അപ്പോൾ അത് കൃഷിയിലൂടെ വരുമ്പോൾ മാത്രമാണ് ബുദ്ധി വികാസം ഉണ്ടാവുള്ളൂ. ഇനിയുള്ള വരാൻ പോകുന്ന തലമുറയ്ക്ക് ബുദ്ധി വികസിക്കണമെങ്കിൽ എന്താ വേണ്ടി വരിക? അവരും മണ്ണിലിറങ്ങി നിവൃത്തിയുള്ള, വേറെ ഒരു നിവൃത്തിയില്ല, മണ്ണായിട്ടുള്ള ബന്ധം. പഞ്ചമഹായജ്ഞാണ് പറയാം. അതായത് നമ്മുടെ 5 അന്നങ്ങൾ, പഞ്ചഭൂതങ്ങൾ 5: ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി. ഈ 5 പഞ്ചഭൂതങ്ങളെയും ആവാഹിച്ചെടുത്ത് അന്നമുണ്ടാക്കുന്ന പ്രക്രിയയാണ് കൃഷി. ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി. ഈ 5 ഭൂതങ്ങളെയും 5 അന്നങ്ങളെയും ആവാഹിച്ചെടുത്ത് അന്നം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് കൃഷി. അതുകൊണ്ടാണ് അതിന് പഞ്ചമഹായജ്ഞം എന്ന് പറയുന്നത്. കർഷകനാണ് അതിലെ യജ്ഞാചാര്യൻ. ആകാശം, സ്പേസ്. കൃഷി ചെയ്യണമെങ്കിൽ സ്പേസ്, സ്ഥലം വേണ്ടേ? അഗ്നി വേണ്ടേ? സൂര്യപ്രകാശം വേണം. വായു, മണ്ണില് വായു വേണം, വേരിന് വായു വേണം, വെള്ളം വേണം, ഭൂമിയും വേണം. അപ്പോൾ 5 അന്നങ്ങളും കൃഷിക്ക് വേണം. പഞ്ചഭൂതങ്ങൾ 5 വേണം കൃഷിക്ക്. ആ 5 പഞ്ചഭൂതങ്ങളെ 5നെ ആവാഹിച്ചെടുത്ത് ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് കൃഷി. ഇപ്പം നമ്മൾ കളകൾ എന്നൊക്കെ പറയുന്ന ആവശ്യമില്ലാത്ത പാഴ്സസ്യങ്ങൾ, പാഴ്ചെടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവഗണിക്കുന്ന കുറേ സസ്യങ്ങളുണ്ട്. അവരൊക്കെ സൂര്യപ്രകാശം സ്വീകരിക്കുന്നവർ തന്നെയാണ്. അതിനെ ഭൂമിയിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ സൂര്യപ്രകാശം ഭൂമിയിൽ ചേരും. പിന്നെ നമ്മൾക്ക് വേണ്ട വിളകൾ എടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് നമുക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ കള എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ പാഴ്സസ്യങ്ങൾ, പാഴ്ചെടികൾ എന്ന് പറഞ്ഞതും അവർ പാഴല്ല, നമ്മളുടെ വാക്കാണ്. പാഴ്മരം മുറിച്ച് കളയാന്ന് പറയുന്നത്. അത് വരാൻ കാരണമുണ്ട്, അത് നമുക്ക് പറയാം. അത് ആ സസ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഭൂമിനെ സമ്പുഷ്ടമാക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കില്ലല്ലോ, അതിനെ വെട്ടിച്ചേർക്കും മണ്ണിൽ വേഗം. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഭൂമിനെ ഊർജം ഭൂമിയിലേക്ക് എത്തിക്കണത് അവരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ട് നമ്മൾ, സൂര്യപ്രകാശമാണ് നമ്മളുടെ ഭക്ഷണം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഇവിടെ പട്ടിണി ഉണ്ടാവേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് പട്ടിണി ഉണ്ടാവുന്നത്? അപ്പോൾ സോമാലിയയിൽ പട്ടിണിയാണെന്ന് പറഞ്ഞാൽ അവിടെ സൂര്യപ്രകാശം നമ്മളെക്കാളൊക്കെ എത്രയോ കൂടുതൽ കിട്ടുന്ന സ്ഥലമല്ലേ, ഭയങ്കരമായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നതല്ല. പക്ഷേ അവരുടെ ജീനിൽ കൃഷിയില്ല.
നമുക്കൊരു കൾച്ചർ, നമ്മുടെ കൾച്ചറല്ലേ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരമാണ്. അവരുടെ ഇല്ലതില്ല. അവർ അമ്മ കാലത്തൊരു കൊട്ടയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തിന്നാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ തിരഞ്ഞു പിടിച്ച് പൊട്ടിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് ചിലപ്പോൾ ഒക്കെ കൂടി പുഴുങ്ങി തിന്നും, വേവിച്ച് തിന്നും. അങ്ങനത്തെ ഒരു സംസ്കാരം അവരുടെ. ആഫ്രിക്കയിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർ പറയും അവർ പുറത്തിറങ്ങിയിട്ട് കൊട്ടയിൽ കുറേ പുല്ലും ഇലകളും കായകളൊക്കെ പറിച്ചു കൊണ്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കും. ഇന്നതൊന്നുമില്ല, വിശപ്പ് മാറ്റുക. പിന്നെ കരിമ്പ് കണ്ടമാനം കൃഷി ചെയ്യുന്നുണ്ടാവും. കരിമ്പ് എപ്പോഴും വയലുണ്ടാവും. കൃഷിയായിട്ടല്ല, അതങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പിള്ളേരൊക്കെ, കുട്ടികളും വീട്ടുകാരും എല്ലാവരും കാലത്ത് കരിമ്പ് കടിച്ചുകൊണ്ട് നടക്കുന്നു. കാർബോഹൈഡ്രേറ്റും ഷുഗറും കിട്ടിയത്. അപ്പോൾ സൂര്യപ്രകാശമാണ് ഭക്ഷണം എന്നുള്ള അറിവില്ലായ്മയാണ് അവിടെ പട്ടിണി വരാൻ കാരണം. അവർക്ക് ആ അറിവില്ല. അവർക്ക് അറിവ് വെച്ചെങ്കിൽ അവർക്കത് സംഭരിച്ചൂടെ. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ അറിവുണ്ടായിട്ടാണോ? അറിവുണ്ടായിട്ടല്ല. അറിവുണ്ടായിരുന്നെങ്കിൽ റോഡ് ഇങ്ങനെ പണിയില്ലല്ലോ. നമ്മൾ റോട്ടിൽ വീണ സൂര്യപ്രകാശം മുഴുവൻ വേസ്റ്റ് ആവണം. അപ്പോൾ വീടുകൾ, വലിയ വലിയ ബിൽഡിങ്ങുകൾ പണിത് സൂര്യപ്രകാശം മുഴുവൻ വേസ്റ്റ് ആവും. സൂര്യപ്രകാശമാണ് അന്നം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ സൂര്യപ്രകാശം വേസ്റ്റ് ആക്കില്ല. അപ്പോൾ ആ അറിവ് നമുക്കില്ല. പക്ഷെ പൂർവികർ ചെയ്തു വെച്ചിട്ടുള്ള പുണ്യത്തിൻ്റെ ഫലം ഇപ്പോഴും മണ്ണിൽ കുറച്ചുണ്ട്. കൃഷി ചെയ്ത് എടുക്കാനുള്ള കാർബൺ എനർജി മണ്ണിൽ നിറച്ച് വെച്ചിട്ടുണ്ട് അവർ. കൃഷിയിടങ്ങൾ പോലും മാറ്റുന്നുണ്ട് ഇപ്പോൾ, കെട്ടിടങ്ങൾക്ക് വേണ്ടിയിട്ട് തരംതിരിക്കല്ലേ. അപ്പോൾ സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ